നമസ്കാരം. പശ്ചിമേഷ്യയിൽ വരുന്ന സംഘർഷം ആഗോള വ്യാപാര രംഗത്ത് വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കായി പശ്ചിമേഷ്യ ഒരു പ്രധാന കയറ്റുമതി വിപണിയായതിനാൽ അവിടെയുള്ള രാഷ്ട്രീയ സുരക്ഷാ പ്രതിസന്ധികൾ വ്യാപാര മേഖലയിൽ നേരിട്ടുള്ള ആഘാതം സൃഷ്ടിക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നതിനിടെ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചരക്കുകൾ തിരികെ വിളിച്ച് കയറ്റുമതിക്കാർ 38,000-ഓളം കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നിലവിലുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. ഇവയിൽ പകുതിയോളം തിരിച്ചു വിളിച്ചാണ് ആഭ്യന്തര വിപണിക്ക് വിൽക്കാനോ സംഭരിക്കാനോ ഉള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്താൻ ശ്രമിക്കുന്നത്. ചരക്ക് നീക്കത്തിലുണ്ടാകുന്ന കാലതാമസത്തിന് നൽകേണ്ട വൻ തുക ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കാനാണ് ഈ നീക്കം എന്നതാണ് വിശദീകരണം. പെട്ടെന്ന് കേടാകുന്ന സാധനങ്ങൾക്കാകും മുൻഗണന നൽകുക. ഷിപ്പിംഗ് വഴികളിലെ തടസ്സങ്ങളും ഭീമമായ സർചാർജുകളും കയറ്റുമതി പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കയറ്റുമതിക്കാരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തുറമുഖങ്ങളിൽ ചരക്ക് കെട്ടിക്കിടക്കുമ്പോൾ നൽകേണ്ടി വരുന്ന വൻ തുക, മറ്റു ചാർജുകൾ എന്നിവ ഒഴിവാക്കാനാണ് പ്രാഥമിക പരിഗണന. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം കപ്പലുകൾ പ്രധാന റൂട്ടുകൾ ഒഴിവാക്കുകയാണ്. ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയുള്ള യാത്ര ഷിപ്പിംഗ് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. നിലവിൽ $2,000 വരെ സർചാർജ് ഈടാക്കുന്നത് കയറ്റുമതി അപ്രായോഗികമാക്കുന്നുവെന്ന് കമ്പനികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ കപ്പൽ കമ്പനികൾ യാത്രകൾ പാതിവഴി റദ്ദാക്കുകയോ സർവീസുകൾ കുറയ്ക്കുകയോ ചെയ്യുന്നുമുണ്ട്. ആക്രമണം നടത്തുന്നത് അമേരിക്കൻ, ഇസ്രയേൽ, യൂറോപ്യൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് നേരെ മാത്രമാണ് എന്ന് ഇറാൻ പറയുമ്പോഴും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കപ്പൽ കമ്പനികൾ ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. ഷാർജയ്ക്ക് സമീപമുള്ള ഖോർബഗാൻ തുറമുഖത്ത് അത്യാവശ്യമുള്ള ചരക്കുകൾ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും മറ്റ് പല പ്രധാന തുറമുഖങ്ങളും അനിശ്ചിതത്വത്തിലാണ്. നവി മുംബൈയിലെ JNPT പോലുള്ള തുറമുഖങ്ങളിൽ കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി വിവിധ തലങ്ങളിൽ ശ്രമം നടത്തുന്നുണ്ട്. കയറ്റുമതിയിലുണ്ടായ ആഘാതവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു. കപ്പലുടമകൾ, ചരക്കുടമകൾ, കണ്ടെയ്നർ കാരിയറുകൾ എന്നിവരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ യോഗങ്ങൾ വിളിക്കും. ഷിപ്പിംഗ് കമ്പനികൾ കയറ്റുമതിക്കാർക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കരുതെന്നും ഇതിനകം ലക്ഷ്യസ്ഥാനത്തെത്തിയ ചരക്കുകളുടെ ഡെലിവറി ചാർജുകൾ ഷിപ്പിംഗ് ലൈനുകൾ തന്നെ വഹിക്കണമെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ അജയ് സഹായ് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടർന്നാൽ ആഗോള വ്യാപാര ശൃംഖലയിലും പ്രത്യേകിച്ച് ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിലും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുറമുഖങ്ങളിൽ ചരക്കുകൾ കുടുങ്ങിക്കിടക്കുകയും കയറ്റുമതിക്കാർ അവ തിരിച്ചു വിളിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം വ്യാപാര മേഖലയിലെ അനിശ്ചിതത്വത്തിന്റെ ആഴം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നു. അധിക ചെലവുകളും കാലതാമസവും ഒഴിവാക്കാനായി കയറ്റുമതിക്കാർ സ്വീകരിക്കുന്ന ഈ നടപടികൾ താൽക്കാലിക പരിഹാരമായി തോന്നിയാലും ദീർഘകാലത്തിൽ വിപണി സമുദ്രിതാവസ്ഥയെ ഇത് ബാധിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ, കയറ്റുമതി സംഘടനകൾ, ഷിപ്പിംഗ് കമ്പനികൾ എന്നിവ തമ്മിലുള്ള ഏകോപനം അനിവാര്യമാണ്. പുതിയ വിപണികൾ കണ്ടെത്തുക, ചരക്ക് ഗതാഗത മാർഗങ്ങൾ വൈവിധ്യമാക്കുക, ലോജിസ്റ്റിക് സംവിധാനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ നടപടികൾ ഭാവിയിൽ ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ സഹായകരമാകും. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വ്യാപാരത്തെ എത്രത്തോളം സ്വാധീനിക്കാമെന്നതിന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമായ ഉദാഹരണമാണ്. അതിനാൽ വിപണികളുടെ വൈവിധ്യവും പ്രതിസന്ധി മാനേജ്മെന്റ് മുൻനിർത്തിയുള്ള ദീർഘകാല തന്ത്രങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ അനിവാര്യമായി മാറിയിരിക്കുകയാണ്.